ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. രാവിലെ തന്നെ എണീച്ച് പല്ല് തേച്ചാണ്. സമയം ഒരു 8:30 ആയിട്ടുണ്ടാവും. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ച് പുറത്തത്തെ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു, ഓവറായിട്ടില്ല. പിന്നെ ഉമ്മ വിളിച്ചു. ചെന്നപ്പോൾ ഉമ്മ പറഞ്ഞു എന്തോ ചെറിയൊരു കുട്ടി പണിഷ്മെൻറ്റ് തന്നാണ്, എന്തുവാ അടിച്ചു തരാൻ പറഞ്ഞത്. അതായത് രാവിലെ ഉമ്മ എന്നെ സുബഹിസ്കരിക്കാൻ വേണ്ടിയിട്ട് എണീപ്പിച്ചു. പക്ഷെ ഞാൻ എണീച്ചില്ല, ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഉമ്മ ചെറിയൊരു പണിഷ്മെൻറ്റ് തന്നാണ് അടിച്ചു തരാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ചൂലൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു ഇല്ല എന്ന്, പിന്നെ നമ്മുടെ ഭാഗത്ത് ഫോൾട്ട് ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഈ ചൂലൊക്കെ എടുത്ത് വന്ന് അടിച്ച് വാരി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ മുടി കഴിച്ചിട്ടുണ്ട്. എനിക്ക് കല്യാണത്തിന് പോകാനുണ്ട് ഉച്ചക്കല്ല, രാവിലെ 10:30 11 മണിയാകുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം തല നനച്ച് വെച്ചു, പിന്നെയാണ് ഞാൻ മെയിൽ കഴുകിയത്. അപ്പോൾ വേഗം ഉണങ്ങുമല്ലോ, അതിൻ്റെയാണ്. പിന്നെ എല്ലാം അടിച്ച് വാരി കഴിഞ്ഞ് ഫ്രണ്ട് വശം അപ്പോൾ ഞാൻ ചവിട്ടിയൊക്കെ മതിയാക്ക് വിരിച്ചിട്ട് കൊടുത്തു. എല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു. പോയി നോക്കിയപ്പോൾ എൻ്റെ അനിയൻ എണീച്ച്. അവനെ പോയി ഞാൻ തൊട്ടിലിൽ നിന്ന് എടുത്തിട്ട് വന്ന്, കണ്ടില്ലേ നല്ല പാത്തിര പോലെ ഇരിക്കണേ. പിന്നെ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇതിലെ കുറച്ച് ഷോട്ടുകൾ ഞാൻ മറ്റേ ഷോർട്സിലിട്ടിട്ടുണ്ടായി. നിങ്ങളെ കണ്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, അതിൻ്റെ ഒരു കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ റെഡിയായി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസാണ്. പിന്നെ കല്യാണത്തിനായിട്ട് അധികം വീഡിയോസ് എടുത്തില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ഷോർട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായി. വാട്ട് എയ്റ്റിൻ്റെ ഇടയിൽ പാലട പായസം. പിന്നെ അവിടെ വെച്ച് എൻ്റെ കാണിച്ചാൽ എൻ്റെ മുടി ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കർച്ചീഫ് വെച്ച് തുടച്ചെടുത്താണ്. പിന്നെ കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവർ കുറേ പലഹാരങ്ങൾ തന്ന്. അവിടെ നിന്ന് തന്നെ എനിക്കൊരു ലോലിപ്പോപ്പ് കിട്ടി, അവർ തന്നതാണ്. അപ്പോൾ ഞാനതെടുത്ത് എൻ്റെ അനിയനെ ഇരിക്കണുണ്ട്. എന്തെടുക്കണമെന്ന് നോക്കിയപ്പോൾ ലേബറിൻ്റെ എടുത്തിരിക്കുന്നു. പിന്നെ വയറിന് ചോറ് എന്ന് കിടന്നുറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.